ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഒരു മടുപ്പ്, മനസ്സിനൊരു മടുപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നാറുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ ഇടയ്ക്ക് തോന്നും. പക്ഷേ അതിനൊരു സൊല്യൂഷൻ കാണത്തില്ല. എന്താ കാര്യമെന്ന് അറിയത്തില്ല. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. എല്ലാത്തിൽ നിന്നും ചെയ്യാനായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഒരു കൈൻഡ് ഓഫ് മടിയാണോ, ചില സമയത്ത് ഒത്തിരി ചിന്തകളെല്ലാം കൂടി നമ്മളെ ഓവറായിട്ട് അലട്ടുന്നതാവാം. എന്താണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും, നമുക്ക് ഒത്തിരി വിഷമങ്ങളുണ്ടാവും, നമ്മളിങ്ങനെ സങ്കടപ്പെട്ടും വിഷമിച്ചും ഒക്കെ ഇരിക്കുകയായിരിക്കും. പക്ഷേ എന്തുവാ കാര്യമെന്ന് നമുക്ക് വ്യക്തതയുണ്ടാവില്ല. ഒത്തിരി ടെൻഷൻസ് ഉണ്ടാവും. എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി എന്തൊക്കെയോ നമുക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നല്ല, നമുക്കൊരു തലയ്ക്കൊരു ഭാരം പോലെ ഒരു തോന്നൽ, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മെൻ്റലി ഡൗൺ ആവുന്ന ഒരു ടൈമിൽ നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ട് വരാം എന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡിന് ഉൾക്കൊള്ളാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഓവറിൽ നമുക്ക് ടെൻഷൻസും അല്ലെങ്കിൽ സ്ട്രെസ്സ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ വരിക. അപ്പം എന്താണ് നമ്മുടെ എക്സാക്റ്റ് പ്രശ്നം എന്നുള്ളത് വേറെ ഒരാൾക്ക് എന്നതിനേക്കാളും നമുക്ക് തന്നെയാണ് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു ഡൗൺ ടൈം വന്നത്, ഇനി എനിക്ക് എന്താണ് ഇത്രത്തോളം എന്നെ മനസ്സിനിങ്ങനെ അലട്ടുന്നത്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ സങ്കടത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാറും ഉണ്ടാവും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു പേപ്പറും ഒരു പെന്നും എടുത്തുകൊണ്ട് വരിക. നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നത് എവിടെയാണോ, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ടിരിക്കാവുന്ന ഒരു സ്ഥലത്ത് ഒരു മാതാവിൻ്റെ ഒരു രൂപമോ ഈശോയുടെ രൂപമോ ഒക്കെ ഒന്ന് വെച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. നമ്മുടെ ഫ്രണ്ടിലൊരു മാതാവിൻ്റെ രൂപമൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പറയുക, മാതാവേ, എനിക്കിങ്ങനെ ഒരു സങ്കടത്തിൻ്റെ ഒരു സമയമാണ്, എനിക്കിങ്ങനെ മനസ്സിന് ഒത്തിരി ചിന്തകൾ എന്നെ അലട്ടുന്ന ഒരു സൊല്യൂഷൻ എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ എത്രയും നല്ല മാതാവൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ ആ പേപ്പർ ജസ്റ്റ് എടുക്കുക. ആ പേപ്പർ എടുത്തിട്ട് എന്താണ് ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന എല്ലാ ചിന്തകളും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമതകളുണ്ടെങ്കിൽ ആ വിഷമങ്ങളും ചിന്തകളും നമ്മുടെ ടെൻഷൻസും സ്ട്രെസ്സും എന്തൊക്കെയാണോ അതെല്ലാം ആ പേപ്പറിലോട്ട് എഴുതുക. 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് എഴുതി വെക്കുക. അതെല്ലാം ഒന്ന് എഴുതി വെച്ച് എന്നിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് എഴുതിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ, ആഡ് ചെയ്യാൻ വേണ്ടി ഇനി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ ഒന്ന് ആലോചിക്കുക. എല്ലാം ഒന്ന് ആഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളതിനെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യണം. ഒന്നെല്ലാം ആഡ് ചെയ്ത് ഏതൊക്കെയാണ് നമ്മുടെ പ്രോബ്ലംസ്, ഏതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്യൂസ്, പ്രോബ്ലംസ്, ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെയെല്ലാം കാറ്റഗറൈസ് ചെയ്ത് എഴുതി വെക്കുക. അപ്പം നമുക്കൊരു വ്യക്തത വരും, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരു സൊല്യൂഷനുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കതിൽ ഫോക്കസ് ചെയ്യാം. സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് ദൈവത്തിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുക. പിന്നെ നമുക്ക് തന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ല, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഇനിഷ്യേറ്റീവോടെ നമ്മൾ ചെയ്യണം. ഒരു മാതാവിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യണം. നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇല്ലാത്ത കാര്യങ്ങൾ, നമുക്കൊരു സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മാതാവിൻ്റെ കയ്യിൽ കൊടുത്ത് മാതാവ് നമുക്കത് ചെയ്തു തരും. ഇങ്ങനെ നമ്മൾ ഇത് എഴുതി വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പ്രോബ്ലംസും എല്ലാ പ്രശ്നങ്ങളും, നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഡേ ബൈ ഡേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തത നമുക്ക് കിട്ടും ഇങ്ങനെ എഴുതി വെക്കുമ്പം. ഇതിന് പറയുന്നൊരു മെത്തേഡ് ബ്രെയിൻ ഡംപ് എന്നാണ് പറയുന്നത്. പ്രെയർ ലൈഫിലും നമുക്ക് ഈ മെത്തേഡ് നമ്മുടെ മൈൻഡിനെ ഓർഗനൈസ് ചെയ്യാനും നമുക്ക് നമ്മുടെ സ്ട്രെസ് ഫ്രീ ആക്കാനും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചിന്തകളിൽ നിന്നും നമുക്കൊരു മോചനം ലഭിക്കാനും നമുക്ക് നമ്മളെ തന്നെ കുറിച്ചുള്ള ഒരു വ്യക്തത വരാനും ഒക്കെ ഈ ഒരു മെത്തേഡ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്.
ഇങ്ങനെ നമുക്കൊരു ഡൗൺ ടൈം വരുമ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഞാൻ ഈ മെത്തേഡ് പേഴ്സണലി ട്രൈ ചെയ്യുന്നതാണ്. നമുക്കത് നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഇതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ലൈഫിൽ ഒത്തിരി ചേഞ്ച് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നമ്മുടെ ലൈഫിലുള്ള ഒത്തിരി നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ വിചാരിച്ച് മാറ്റി വെച്ച്